അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്, അള്ളാഹു തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രയോഗം അള്ളാഹുവിന് കടം കൊടുക്കുക എന്നാണ്. കേട്ടിട്ടില്ലേ? അള്ളാഹുവിന് കടം കൊടുക്കുകയാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്നാണ് അള്ളാഹ് പറഞ്ഞത്. കടത്തിന്റെ പ്രത്യേകത എന്താ? കടം കൊടുത്താൽ തിരിച്ചു കിട്ടും. അള്ളാഹു കടം തിരിച്ചു വരുമ്പോൾ ഇരട്ടി ഇരട്ടിയായിട്ടാണ് തരിക. അള്ളാഹു തആല ഓരോ രാത്രിയിലും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഹദീസിൽ കാണാം. മൻ യുഖ്രിദു ഗൈറ അദൂമിൻ വലാ ദലൂം. സമ്പത്ത് ആവശ്യമില്ലാത്തവന്, അക്രമിയല്ലാത്തവന് കടം കൊടുക്കാൻ ആരുണ്ട് എന്ന് എല്ലാം രാത്രിയിലും അതിന്റെ അവസാന സമയങ്ങളിൽ അള്ളാഹു വിളിച്ചു പറയുന്നുണ്ടെന്നാണ്. കടം കൊടുക്കുക. വഅഖീമുസ്സലാത വആതുസ് സകാത വഅഖ്രിദുല്ലാഹ ഖർദൻ ഹസന. ഖർദുൻ ഹസൻ, നല്ല രൂപത്തിൽ കടം കൊടുക്കുക എന്നുള്ളതിന് 5 ഷർത്തുകളുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. നല്ല രൂപത്തിലുള്ള കടം നല്ലതാകണമെങ്കിൽ, ഖർദുൻ ഹസൻ ആകണമെങ്കിൽ 5 ഷർത്തുകളുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല കടം കൊടുക്കുന്ന ആളുകൾ എന്ന് പറയണമെങ്കിൽ 5 കാര്യങ്ങൾ പാലിക്കണം. 1, അയാൾക്ക് നല്ല ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ആളുകളെ ബോധ്യപ്പെടുത്താനാകരുത്. 2, അയാളുടെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാകണം, ഹറാമിൽ നിന്ന് കൊടുത്തിട്ടൊരു കാര്യമില്ല. 3, സന്തോഷത്തോടു കൂടി കൊടുക്കണം. ഒരാൾ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട്, മോശല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടൊരു കാര്യമില്ല. നമ്മൾക്ക് വേണ്ടി മൻ അമില സാലിഹൻ ഫലിനഫ്സി, നമ്മളൊരു 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു സൽക്കർമ്മമാണ്. അത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത്. അല്ലാതെ അയാൾ വന്ന് ചോദിച്ചു, അയാളൊന്ന് മോശമല്ലേ എന്ന് ചിന്തിച്ചിട്ട് 1 ഉറുപ്പ്യ കൊടുത്തിട്ടും കാര്യമല്ല. ഒരു നന്മയും ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ഒരു നന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അവിടെ നല്ല മനസ്സോടു കൂടി കൊടുക്കണം, സന്തോഷത്തോടു കൂടി കൊടുക്കണം, കുടുങ്ങിയിട്ട് കൊടുക്കരുത്. 4, കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. നല്ല കാര്യത്തിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇഖ്ലാസോടുകൂടി ഗാനമേളക്ക് പിരിവ് കൊടുത്താൽ കൂലി ഖർദുൻ ഹസനാകൂല. നല്ലതിന് മാത്രം കൊടുക്കണം. 5, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുത്തു പറഞ്ഞ് ശല്യപ്പെടുത്തരുത്. കൊടുത്തതിനേക്കാൾ കൂടുതൽ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു 100 ഉറുപ്പ്യ സഹായിച്ചാൽ 10,000 ഉറുപ്പ്യന്റെ വർത്താനം പറയും. അത് ഖർദുൻ ഹസനാകൂല. ഇത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെലവഴിക്കുന്ന ചെറുതും വലുതുമായ സംഖ്യ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കാൻ, നന്മകൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെല്ലാം അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.